പാരാമെട്രിക് ടെസ്റ്റുകളിൽ പ്രധാനപ്പെട്ട രണ്ട് ടെസ്റ്റുകളാണ് ടി ടെസ്റ്റ് ആൻഡ് സെഡ് ടെസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ യൂസേജും അസംഷൻസൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് ടെസ്റ്റ് ഇൻ ദ ഗിവൻ പോപ്പുലേഷൻ മീനാണ്. തന്നിട്ടുള്ള പോപ്പുലേഷൻ മീനിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെഡ് ടെസ്റ്റും ടി ടെസ്റ്റും ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കുന്നത്. To test the difference between sample mean and given population mean is significant or not, we can apply Z test and T test. തന്നിട്ടുള്ള സാമ്പിൾ മീനിൻ്റെയും പോപ്പുലേഷൻ മീനും സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് Z ടെസ്റ്റിനെയും ടി ടെസ്റ്റിനെയും ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. Z ടെസ്റ്റും ടി ടെസ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പോപ്പുലേഷൻ മീനിൻ്റെ അതേപോലെ ഒരു സാമ്പിൾ മീനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക, അത് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് പ്രധാനപ്പെട്ട പോയിൻ്റുകൾ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ടേമിൽ ടെസ്റ്റുകളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില സിമ്പലുകൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതിലൊന്നാമത്തതാണ് എൻ ഫോർ സാമ്പിൾ സൈസ് ആണ്, നമ്പർ ഓഫ് ഐറ്റംസ് ആണ്, സാമ്പിൾ സൈസ് ആണ്. സ്മോൾ ലെറ്റർ എന്നാണ് സാമ്പിൾ സൈസ് ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വരുന്ന എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരികയാണെങ്കിൽ അതിനെ നമ്മൾ സാമ്പിൾ സൈസ് ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് എക്സ് ബാർ ആണ്, സാമ്പിൾ മീൻ. സാമ്പിൾ മീനിനെ നമ്മൾ എക്സ് ബാർ ആയിട്ട് പറയാം. മറ്റൊന്ന് മ്യൂളാണ്. മ്യൂള് നമ്മൾ പോപ്പുലേഷൻ മീനാണ്. അപ്പോൾ മ്യൂള് പോപ്പുലേഷൻ മീനും എക്സ് ബാർ സാമ്പിൾ മീനുമാണ്. ഇനി സിഗ്മ സിമ്പലാണ്, അത് നമ്മൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ടാണ് എടുക്കുക. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മറ്റൊന്നുള്ളത് എസ് ആണ്, സ്മോൾ ലെറ്റർ എസ്, അതിനെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ടാണ് എടുക്കുക. അപ്പോൾ അത്രയും ഐറ്റംസ് എന്താണെന്നുള്ളത് മനസ്സിലായാലേ നമുക്ക്, അല്ലെങ്കിൽ ഓരോ ടേമും ഓരോ ലെറ്റേഴ്സും എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഈ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി നമ്മളതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ്. സെഡ് ടെസ്റ്റും ടി ടെസ്റ്റും നടത്താൻ ആവശ്യമായ സ്റ്റെപ്സാണ് പ്രൊസീജിയറിൽ പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് സെറ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ആണ്. ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക, നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക എന്നാണ്. എന്താണ് നൾ ഹൈപ്പോത്തസിസ് എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോത്തസിസ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് റിസൾട്ടാണെന്ന് നമുക്കറിയാം. മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള റിസൾട്ടാണ് ഹൈപ്പോത്തസിസ്. ഈ ഹൈപ്പോത്തസിസിന് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ട്രൂ വാല്യൂ ആണ്, അത് ശരിയായ വാല്യൂ ആണ് നൾ ഹൈപ്പോത്തസിസ്. അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമത് ഡിസൈഡ് ദ ക്രൈറ്റീരിയ. നമ്മൾ ഏത് ക്രൈറ്റീരിയയാണ് ഉപയോഗിക്കുന്നുള്ളതാണ്. സെഡ് ടെസ്റ്റ് ആണോ ടി ടെസ്റ്റ് ആണോ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് രണ്ടാമത്തത്. ഇത് ക്വസ്റ്റ്യൻ്റെ ക്യാരക്ടർ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാറ്റം വരുത്തും. അപ്പോൾ താഴെ പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന്, ദ സാമ്പിൾ ഈസ് ലാർജ്. ഇഫ് ദ സാമ്പിൾ ഈസ് ലാർജ്, സാമ്പിൾ ലാർജ് ആണെങ്കിൽ സെഡ് ടെസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് സാമ്പിൾ ലാർജ് ആവുക എന്നുള്ളത് നമുക്കറിയാം. 30 ആണ് അതിൻ്റെ ലിമിറ്റ്. സാമ്പിൾ സൈസ് 30ക്ക് മുകളിലാണെങ്കിൽ അത് ലാർജ് സാമ്പിളാണ്, 30ക്ക് താഴെയാണെങ്കിൽ അത് സ്മോൾ സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് 30ക്ക് മുകളിലാണെങ്കിൽ സെഡ് ടെസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത് നോക്കുന്നത് ഇഫ് ദ സാമ്പിൾ ഈസ് സ്മോൾ. സാമ്പിൾ ഇനി സെഡ് ലാർജ് ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, നേരെ സെഡ് ടെസ്റ്റ് ഉപയോഗിച്ചാൽ മതി. സ്മോൾ ആണെങ്കിൽ ബട്ട് പോപ്പുലേഷൻ എസ് ഡി നോൺ. സ്മോൾ ആണ്, പോപ്പുലേഷൻ എസ് ഡി നമുക്ക് അറിയാൻ ചെയ്യാം.
അപ്പോൾ സ്മാൾ സെഡ് ലാർജ് ആണെങ്കിൽ നമ്മൾ എന്തായാലും ഉപയോഗിക്കേണ്ടത് സെഡ് ആണെന്ന് പറഞ്ഞു. സ്മാൾ ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് പിന്നെ ക്വസ്റ്റ്യനിൽ പോപ്പുലേഷൻ എസ് ഡി തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് നമുക്കറിയെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സെഡ് ടെസ്റ്റ് ആണ്. ഇനി അതുമല്ലെങ്കിൽ ഇഫ് സാമ്പിൾ ഈസ് സ്മാൾ പോപ്പുലേഷൻ എസ് ഡി ഈസ് അൺനോൺ, ഈ രണ്ടുകൂടെ വരുമ്പോൾ മാത്രം നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിക്കുക. സാമ്പിൾ സ്മോളാണ്, പോപ്പുലേഷൻ എസ് ഡി നമുക്ക് അറിയില്ല, അത്തരം കേസിൽ മാത്രം നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിക്കുക. ഓക്കെ. മൂന്നാമത്തത് യൂസിങ് ദ ഫോർമുല ഫോർ കമ്പ്യൂട്ടിങ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഫോർമുല ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് പറയുന്നത്, അതിൻ്റെ ഇക്വേഷനായിട്ട് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂൾ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എററാണ്. എക്സ് ബാർ എന്താണെന്നുള്ളത് നമുക്കറിയാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സാമ്പിൾ മീൻ ആൻഡ് മ്യൂൾ ഈസ് ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ. അപ്പോൾ സാമ്പിൾ മീന് മൈനസ് പോപ്പുലേഷൻ മീൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ് നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. എക്സ് ബാർ മൈനസ് മ്യൂൾ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ സാമ്പിൾ മീൻ മൈനസ് പോപ്പുലേഷൻ മീൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ. അതാണ് നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. അപ്പോൾ എക്സ് ബാറും മ്യൂൾ നമുക്കറിയാം. ഇനി സ്റ്റാൻഡേർഡ് എറർ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സ്റ്റാൻഡേർഡ് എറർ, ഹൗ ടു കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എറർ. നമുക്ക് 3 രീതിയിൽ സ്റ്റാൻഡേർഡ് എറർ കാണേണ്ടതായിട്ട് വരും. അത് ഓരോ സമയത്തും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല വ്യത്യസ്തമായിരിക്കും. അതിൽ ഒന്നാമത്തെ കേസ്, 3 കേസുകളാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താനുള്ള 3 കേസുകളാണ്. ഒന്നാമത്തെ കേസിൽ പോപ്പുലേഷൻ എസ് ഡി ഈസ് നോൺ ആൻഡ് സാമ്പിൾ ഈസ് സ്മാൾ ഓർ ലാർജ്. പോപ്പുലേഷൻ എസ് ഡി നോൺ അറിയുന്നുണ്ടെങ്കിൽ, പോപ്പുലേഷൻ എസ് ഡി നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അവിടെ സാമ്പിൾ സ്മോൾ ആണോ ലാർജ് ആണോ നമ്മൾ നോക്കണ്ട. നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് എസ് ഡി ഡിവൈഡ് ബൈ √n ആണ്. എസ് ഡി ഡിവൈഡ് ബൈ √n. അപ്പോൾ പോപ്പുലേഷൻ എസ് ഡി നമുക്ക് അറിയെങ്കിൽ പോപ്പുലേഷൻ എസ് ഡി ഡിവൈഡ് ബൈ √n ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ കേസിൽ പറയുന്നത് വെൻ പോപ്പുലേഷൻ എസ് ഡി ഈസ് നോട്ട് നോൺ, അത് നമുക്ക് അറിയില്ലെങ്കിൽ, പോപ്പുലേഷൻ എസ് ഡി നമുക്ക് അറിയില്ലെങ്കിൽ ആൻഡ് സാമ്പിൾ ഈസ് ലാർജ്, സാമ്പിൾ ലാർജും ആണെങ്കിൽ. പോപ്പുലേഷൻ എസ് ഡി നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ അവിടെ നമുക്ക് പിന്നെ സാമ്പിൾ എസ് ഡി ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ സാമ്പിൾ എസ് ഡി ഡിവൈഡ് ബൈ √n. ഇനി മൂന്നാമത്തെ കേസ്, പോപ്പുലേഷൻ എസ് ഡി നമുക്ക് അറിയില്ല ആൻഡ് സാമ്പിൾ ഈസ് സ്മോളും ആണ്. സാമ്പിൾ സ്മോളും ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്മാൾ എസ് ഡി ഡിവൈഡ് ബൈ സാമ്പിൾ എസ് ഡി ഡിവൈഡ് ബൈ √n മൈനസ് 1. √n എന്ന് n എന്ന് -1 വെച്ചിട്ട് അതിൻ്റെ റൂട്ട് കാണാം. അതാണ് അതിൻ്റെ ഇക്വേഷൻ. അങ്ങനെ 3 തരത്തിലുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ അത്യാവശ്യമാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ പ്രൊസീജിയറിലേക്ക് തിരിച്ചു പോവാണ്. 3 പ്രൊസീജിയറാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നാലാമത്തെ പ്രൊസീജിയർ ഫോർ സെഡ് ടെസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഇൻഫിനിറ്റ് വൈൽ ഫോർ ടി ടെസ്റ്റ് ഇറ്റ് ഈസ് n-1. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന സംഗതി സെഡ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, അത് ടി ടെസ്റ്റിൻ്റെ സീരീസ് വരുമ്പോൾ അത് n-1 ആണ്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ സെഡ് ടെസ്റ്റ് ഇത്ര മനസ്സിലാക്കുക. സെഡ് ടെസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഫ്രീഡം ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ടി ടെസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ അത് n-1 ആണ്. ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് സെഡ് ടെസ്റ്റിൻ്റെ കേസിൽ ടേബിൾ വാല്യൂ കാണാനുള്ള അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ്. ഇത് ഓൾറെഡി ഇങ്ങനെ വരുള്ളൂ, 2 വാല്യൂസ് വരുള്ളൂ. ലെവൽ 1 ആണെങ്കിൽ 2 ടൈൽഡിൻ്റെ കേസിൽ 2.58ഉം 1 ടൈൽഡിൻ്റെ കേസിൽ 2.2
0.33 ആയിരിക്കും അതിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ അല്ലെങ്കിൽ ടേബിൾ വാല്യൂ. അതേപോലെ തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ 5 ലെവലാണെങ്കിൽ അതിൻ്റെ 2 ടൈൽ വാല്യൂ 1.96ഉം 1 ടൈൽഡ് വാല്യൂ 1.645 ആയിരിക്കും. ഇത് ഫിക്സഡാണ്. ഇത് നമുക്ക് Z ടെസ്റ്റിൻ്റെ കേസിൽ ഇത് ഉപയോഗിക്കാം. ഇനി അല്ലാത്ത കേസ് T ടെസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ 5ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിട്ട് ദെൻ ഗെറ്റ് ദ ടേബിൾ വാല്യൂ. T ടെസ്റ്റിൻ്റെ കേസിൽ നമ്മൾ ടേബിൾ വാല്യൂ കണ്ടെത്തന്നെ. 6ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ ഡിസിഷൻ എടുക്കുന്ന സമയമാണ്. ടേക്ക് ദ ഡിസിഷൻ വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് നമ്മൾ നേരത്തെ പ്രീഡിറ്റർമിൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന തീരുമാനം എടുക്കുന്ന പ്രൊസീജിയറാണ് 6ാമത്തെ പ്രൊസീജിയർ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ 6 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു T ടെസ്റ്റ് അല്ലെങ്കിൽ Z ടെസ്റ്റ് നടത്തുന്നത്. അതിൻ്റെ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ആ സമയത്ത് പറയാം. എങ്ങനെയാണ് നമ്മൾ ഒരു ടെസ്റ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. When the calculated value of test statistics as per step 3 is numerically less than the table value, we accept the hypothesis, otherwise reject it. നമ്മൾ സ്റ്റെപ്പ് 3ൽ വെച്ചിട്ടൊരു വാല്യൂ കണ്ടിട്ടുണ്ട്. എന്താണ്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ന്യൂമറിക്കലി ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ആണെങ്കിൽ, നമ്മൾ ടേബിൾ വാല്യൂ കാണുന്നുണ്ട്, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കും കാണുന്നുണ്ട്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ് ചെറുതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഹൈപ്പോത്തസിസിന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അതല്ല ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വലുതും ടേബിൾ വാല്യൂ ചെറുതാണെങ്കിൽ അത് നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ചെറുതാകുമ്പോൾ മാത്രമാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്, ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത് വലുതാകുന്ന സമയത്ത് നമ്മളതിനെ റിജക്റ്റ് ചെയ്യുക. ഇത്രയും പ്രൊസീജിയറുകളാണ് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കൊരു പ്രോബ്ലം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെ എന്നുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഇറ്റ് ഈസ് ക്ലെയിംഡ് ദാറ്റ് എ റാൻഡം സാമ്പിൾ ഓഫ് 100 ടയേഴ്സ് വിത്ത് മീൻ ലൈഫ് ഓഫ് 15,269 kilometers is drawn from a population of tires which has a mean life of 15,200 kilometers and SD of 1,248 kilometers. Test the validity of the claim. That's the question. എങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുക? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ക്ലെയിംഡ് ദാറ്റ് റാൻഡം സാമ്പിൾ ഓഫ് 100 ടയേഴ്സ്, 100 ടയറുകൾ സാമ്പിളായിട്ട് എടുത്തിട്ടുള്ള 100 ടയറുകൾ വിത്ത് മീൻ ലൈഫ് ഓഫ് 15,269. അതിൻ്റെ മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ 100 ടയറിൻ്റെ മീൻ ലൈഫ് എന്ന് പറയുന്നത് 15,269 കിലോമീറ്ററാണ്. എന്ന് വെച്ചാൽ ടയർ 15,269 കിലോമീറ്റർ വരെ ഓടും എന്നാണ് അതിൻ്റെ മീൻ ലൈഫിൽ പറയുന്നത്. ഈസ് ഡ്രോൺ ഫ്രം, അത് എടുത്തിട്ടുള്ളത് എ പോപ്പുലേഷൻ ഓഫ് ടയേഴ്സ് വിച്ച് ഹാസ് എ മീൻ ലൈഫ് ഓഫ് 15,200 ആണ്. 15,200 മീൻ ലൈഫുള്ള ഒരു ടയറിൻ്റെ കൂട്ടത്തിൽ നിന്നാണ് നമ്മളത് ഈ 100 എടുത്തിട്ടുള്ളത്. അതിൻ്റെ എസ് ഡി എന്ന് പറയുന്നത്, അതിൻ്റെ എസ് ഡി പറഞ്ഞിട്ടുള്ളത് 1,248 കിലോമീറ്ററാണ്. ഈ നമ്മളെടുത്തിട്ടുള്ള മീന് കറക്റ്റാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളെടുത്തിട്ടുള്ള ഹൈപ്പോത്തസിസ് കറക്റ്റാണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ക്ലെയിം ആണോ എന്നുള്ള, ടെസ്റ്റ് വാലിഡിറ്റി ക്ലെയിം ആണോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണത് ചെയ്യാം എന്നുള്ളതിലേക്ക് നമുക്ക് പോവാം. നമുക്കറിയാം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സംഗതികൾക്കൊന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും നമ്മൾ പ്രോബ്ലം ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നൾ ഹൈപ്പോത്തസിസ് എത്ര എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുകയാണ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണോ മീൻ ലൈഫ് തന്നിട്ടുള്ളതാണ് നൾ ഹൈപ്പോത്തസിസ്. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? 15,200 ആണ് നൾ ഹൈപ്പോത്തസിസ്. കാരണം അതിന് യഥാർത്ഥ റിസൾട്ട്, അതിന് കിട്ടിയിരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 15,200 ആയിരുന്നു.
അപ്പോൾ നമുക്ക് നമ്മളെ പിന്നെ യഥാർത്ഥ പോപ്പുലേഷൻ്റെ തന്നിട്ടുള്ള പോപ്പുലേഷൻ മീൻ എന്ന് പറഞ്ഞാൽ 15,200 ആണ്. അതാണ് നമ്മളെ നൾ ഹൈപ്പോസിസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് സാമ്പിൾ ഈസ് ലാർജ്. സാമ്പിൾ എന്താണ്? ലാർജ് ആണ്. കാരണം സാമ്പിൾ 100 ആണ് എടുത്തിട്ടുള്ളത്. നമ്മോട് പറയുന്നത് 30ന് മുകളിലാണെങ്കിൽ സാമ്പിൾ ലാർജ് ആണ്. അപ്പോൾ നമ്മൾ ലാർജ് സാമ്പിൾ എടുത്തിട്ടുള്ളത്. സോ അപ്ലൈ Z ടെസ്റ്റ്. Z ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? ഫസ്റ്റ് കാണേണ്ടത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ പിന്നെ ഓക്കെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണാനുള്ള ഇക്വേഷൻ ആണ് Z = x bar divided by mule divided by x bar minus mule divided by standard error. ഇവിടെ എന്താണ് എക്സ് ബാർ? എക്സ് ബാർ ഈസ് ഈക്വൽ ടു 269. ഓക്കെ, എന്താണ് മ്യൂള്? മ്യൂൾ ഈസ് ഈക്വൽ ടു 15,200 നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ആണ് പോപ്പുലേഷൻ, അത് മ്യൂൾ ആണ്. ദെൻ SE. എങ്ങനെയാണ് SE കാണുക? SE കാണാൻ വേണ്ടി നമ്മോട് പിന്നെ 3 ഇക്വേഷൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞത് അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ √n ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നിട്ടുള്ളത് 1248 ആണ്. √n എന്ന് പറഞ്ഞാൽ 100 ആണ് n, √n എന്ന് പറഞ്ഞാൽ 10 ആണ്. 1248 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 124.8 കിട്ടും. ഓക്കെ, നമുക്ക് SE കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഈ വാല്യൂവിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ Z = 15,269 minus 15,200 divided by 124.8. 124.8 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള SE. അപ്പോൾ തന്നെ നമ്മൾ എഴുതി = 0.55 വരും. ഓക്കെ, ഇനി ഫോർ Z ടെസ്റ്റ്. ഇനി അടുത്തെന്താണ്? Z ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം. Z ടെസ്റ്റിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് അത് ഇൻഫിനിറ്റി ആയിരിക്കും. Z ടെസ്റ്റിന് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എപ്പോഴും 0.05 ആയിരിക്കും. ഓക്കെ, അപ്പോൾ Z ടെസ്റ്റിൻ്റെ കേസിൽ Z ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിരിക്കും. സോ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ടേക്കൺ ആസ് 0.05. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെ എന്തായിട്ട് എടുക്കണം? 0.05 ആയിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കണ്ടെത്തിയാൽ നമുക്ക് അതിൻ്റെ ടേബിൾ വാല്യൂ കാണാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ കാണുന്നത്. അതിൽ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ Z-ൻ്റെ കേസിൽ നമ്മൾ 0.05 എന്ന് വെച്ചാൽ 5% ആക്കിയിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സിൻസ് ഇറ്റ് ഈസ് നോട്ട് സ്റ്റേറ്റഡ് ഇൻ ദ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ 0.05 ആയിട്ട് അതിനെടുക്കാം എന്നാണ് പറയണത്. ഇനി ടേബിൾ വാല്യൂ ഓഫ് ദ Z അറ്റ് 0.05 ലെവൽ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഈസ് 1.96. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് 0.05 പറഞ്ഞാൽ 5% ആണ്. 1%, 5%ൻ്റെയും വാല്യൂസ് നമ്മൾ തന്നിരുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് 1.96 ആണ്. ഓക്കെ, ഇനി ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് Z-ൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഉള്ളത് നമുക്ക് പിന്നെ 1.96 കിട്ടിയിട്ടുണ്ട്. ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് Z ഈസ് ന്യൂമറിക്കലി ലെസ് ദാൻ അല്ലേ? നമുക്ക് കണ്ടിട്ടുള്ള വാല്യൂസ് രണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? താരതമ്യപ്പെടുത്തി നോക്കുകയാണ്. അപ്പോൾ പിന്നെ കാൽക്കുലേറ്റഡ് വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ള 0.55ഉം 1.96 തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യണത്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പിന്നെ ക്വസ്റ്റ്യൻ തിയറി പറഞ്ഞപ്പോൾ അതിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു ഇവിടെ ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കാം. ടെസ്റ്റ് സ്റ്റാറ്റിക് ചെറുതാണെങ്കിൽ ആ ഹൈപ്പോത്തസിസ് നമുക്ക്
സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് പിന്നെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് 1.96ഉം കാൽക്കുലേറ്റർ വാല്യൂ ടേബിൾ വാല്യൂ 1.96ഉം Z വാല്യൂ കിട്ടിയിട്ടുള്ളത് 0.55 ആണ്. സോ വി ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. ഇവിടെ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ 15,200നെ സെലക്ട് ചെയ്തു. സോ ദ ക്ലെയിം ഈസ് വാലിഡ്. ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്.